ഏറ്റവും ആപ്റ്റായി ഈ സെഷൻ തുടങ്ങാൻ പറ്റിയ ആളിൽ തന്നെ നമുക്ക് തുടങ്ങാം. ശ്രീ ഡോക്ടർ വി വേണു IAS. നമ്മൾക്ക് വിമാനത്താവളം എന്നത് യാഥാർത്ഥ്യമായി. പക്ഷേ അവിടെ നിന്ന് ഇനിയും ഒരുപാട് ആവശ്യകതകളിലേക്കാണ് പോകേണ്ടത്. അതിനുള്ള ഒരു തുടക്കം, ഒരു ഇന്നിങ്സ് ഓപ്പണിംഗ് ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. സത്യസന്ധമായും ശരിയായും ലോകത്തോട് ഇന്നത്തെ വിമാനത്താവളത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നൊരു ബ്രീഫ് അത് താങ്കളിൽ നിന്നാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഒരു എയർപോർട്ട്, നമ്മുടെ ഈ 4 മെട്രോപ്പൊളിസസ് അല്ലാത്ത ഒരു എയർപോർട്ടിലും ആദ്യത്തെ ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ, ആദ്യത്തെ വർഷം തന്നെ നമ്മൾ 15 ലക്ഷം 1.5 1.6 മില്യണാണ്, 15-16 ലക്ഷം ആൾക്കാരുടെ ഫുട്ഫോൾസ് ഒരു എയർപോർട്ടുണ്ട്. മറ്റൊരു എയർപോർട്ടിനും ഇത് ഉണ്ടായിട്ടില്ല. ക്രമേണയാണ് അതിൻ്റെ ക്ലയൻറ്റീൽ ബിൽഡപ്പ് ചെയ്യുക. അതിന് പകരം ഇവിടെ അത്രയും പെൻറ്റപ്പായിട്ടുള്ള ഡിമാൻഡ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാണുന്നത് ഈ പ്രശ്നങ്ങൾ, നമ്മുടെ കോവിഡ് കാരണം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാറുമ്പോഴേക്കും സകല എയർലൈൻസും പുതിയ സെക്ടേഴ്സ് നമുക്ക് തുറക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കും. ഓരോ മാസവും പുതിയ ഫ്ലൈറ്റ്സ് ഡിക്ലെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണ്, ഇവിടെ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ച് കഴിഞ്ഞു. നമ്മളെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ഘടകം അതാണ്. അത് നമ്മൾ കാണാതെ പോകാൻ പാടില്ല. ഞാൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിലെ പുതിയ സെക്രട്ടറി മിസ്റ്റർ രാജീവ് ബൻസലിൻ്റെ കൂടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിവേദനവുമായിട്ട് പോവുകയുണ്ടായത്. ആ നിവേദനത്തിൽ നമുക്ക് പല കാര്യങ്ങൾ കേന്ദ്ര സർക്കാരുമായിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു കാര്യത്തിലേക്ക് മാത്രം ചെറുതാക്കിക്കൊണ്ടാണ് എൻ്റെ കത്തുണ്ടാക്കിയിരുന്നത്. അത് പോയിന്റ് ഓഫ് കോൾ ആയിരുന്നു. കാരണം പോയിന്റ് ഓഫ് കോളിന് വേണ്ടി ഞാൻ ഇതുവരെ 4 മന്ത്രിമാരെയും 3 സെക്രട്ടറിമാരെയും ഒക്കെ കണ്ടു കഴിഞ്ഞു. അവരുടെ ആറ്റിറ്റ്യൂഡ് ഹാസ് ബീൻ വെരി നെഗറ്റീവ്. അത് പറയാതെ പറ്റില്ല, നിങ്ങളോട് അത് ഷെയർ ചെയ്യണം എനിക്ക്. കാരണം നിങ്ങൾക്കും ആ പ്രതീക്ഷ ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു, അദ്ദേഹവും പിന്നീട് വന്നൊരാളും മന്ത്രിമാരും മിസ്റ്റർ സിന്ധ്യയെ ഞാൻ കണ്ടു. അവിടെ ഒന്നും നമുക്ക് വേണ്ട ഒരു അനുകൂല നിലപാടുണ്ടായിട്ടില്ല. അത് കണ്ണൂർ എയർപോർട്ടിന് ഫേറ്റലാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം നമ്മൾ ഈ ഇതിനെയൊക്കെ അതിജീവിച്ചേ പറ്റൂ. അപ്പോൾ ഞാൻ കാണുന്നത് എന്താണ്, ഈ ഒരു ഭാഗത്ത് എയർ ഇന്ത്യ പുതിയ മാനേജ്മെൻറ്റിലേക്ക് വരുന്നു, ഇന്ത്യൻ എയർലൈൻസ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക, നമ്മുടെ ആദ്യപടി എന്തായിരിക്കും, ഇന്ത്യൻ എയർലൈൻസ് വഴി മാക്സിമം കണക്ഷൻസ് നമുക്ക് പ്രത്യേകിച്ചും ഗൾഫ് സെക്ടറിലേക്കുള്ളത് നൽകുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ക്ലയൻറ്റിൽ ആദ്യം ആവശ്യപ്പെടുന്നത് അതാണ്. ഇറ്റ് ഈസ് നമ്മുടെ കണക്ടിവിറ്റി കൂട്ടുക എന്നുള്ളത് ഫസ്റ്റ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2 കാർഗോ ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസിലേക്ക് ഞാൻ പറഞ്ഞില്ല. നമ്മൾ വെറും 1 മാസത്തിനുള്ളിൽ തന്നെ നമ്മളിപ്പോൾ 400 ടൺ കടന്നു. അടുത്ത വർഷം കാർഗോയിൻ്റെ പ്രത്യേകിച്ചും എക്സ്പോർട്സ് ഇൻ്റർനാഷണൽ കാർഗോയിൽ കണ്ണൂർ എയർപോർട്ട് ഒരു ടോപ്പ് 10 ഇൻ ദ കൺട്രിയിലേക്ക് മാറും. ഇതാണ് നമ്മൾ ഇപ്പോൾ മിസ്റ്റർ സുഭാഷ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയും. ഞാൻ സുഭാഷിന് കൊടുത്തിട്ടുള്ള ടാർഗറ്റ്സും അതാണ്. സോ ആസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഹി ഹാസ് ടു ഡെലിവർ ദാറ്റ് ഫോർ മീ. 3 പാർട്ട്ണർഷിപ്സ്. അത് ടൂറിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പം ആവശ്യമുള്ളൊരു കാര്യമാണ്. നമുക്ക് ആവശ്യം എന്താണ്, ഈ ആസ് എൻ എയർപോർട്ട് ഓപ്പറേറ്റർ നമുക്ക് എയർപോർട്ട് ഓപ്പറേറ്റേഴ്സ് എപ്പോഴും ഒരു കാറ്റലിസ്റ്റാണ്. എയർലൈൻസും ഉണ്ട്, ഓപ്പറേറ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്ത് ടൂർ ഓപ്പറേറ്റേഴ്സും ഹോട്ടലിയേഴ്സും ഉണ്ട്. ഇങ്ങനെയുള്ള പാക്കേജുകൾ എങ്ങനെ ഉണ്ടാക്കണം, അത് ശ്രീ ജയചന്ദ്രൻ എന്നോട് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഐഡിയ പറഞ്ഞു. അദ്ദേഹം അത് കൂടുതൽ വിശദീകരിക്കും. നമുക്ക് അതിലേക്കൊക്കെ വരാം. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള 2 പോയിന്റ് ഇവിടെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്പർ ഓഫ് എയർലൈൻസുകൾ അല്ലെങ്കിൽ കൂടുതൽ, അതുപോലെ കാർഗോ. ശ്രീ സുഭാഷ്, one big thing is you asked, why do you dream like we will achieve this? Very rightly said, like Dr. Venu, we did 1.6 million traffic. 1.6 million traffic in the first year of operation. COVID vannu, kore restrictions vannu, airlines operate ചെയ്യുന്നത് നിർത്തി. പക്ഷേ ഇന്ന് ഞങ്ങൾ നോക്കിയാൽ സ്റ്റാറ്റിസ്റ്റിക്സ് വൈസ് ഞങ്ങൾ ടോപ്പ് 10 ഇന്റർനാഷണൽ ക്യാരിയിങ് എയർപോർട്ട്സ്, പാസഞ്ചർ ക്യാരിയിങ് എയർപോർട്ട്സിൽ ഉണ്ട്, ടോപ്പ് 10ൽ. ആൻഡ് ദിസ് ഈവൻ വിത്ത് ബബിൾ ഫ്ലൈറ്റ്സ്, ഇറ്റ് ഈസ് നോട്ട് എ ഓപ്പൺ എയർ റൈറ്റ് നൗ, ഇറ്റ് ഈസ് വിത്ത് ബബിൾ ഫ്ലൈറ്റ്സ്. We did that, we achieved that number 9 position in the top 10. So that itself shows Kannur airport nu potential undu. Where ee 1.6 million traffic handle cheyidappol ulla airlines thirichu vannale we will again go back to
the same numbers is what we are expecting, and we may go beyond that. The other major things that is happening around in aviation is private airlines or airlines that is going to come up like Akasa, Jet Airways. Where are they going to go? അവർക്കും ഒരു പുതിയ ഡെസ്റ്റിനേഷൻ വേണം. അവർക്കും ഇന്ന് റിസോഴ്സ് കൺസ്ട്രെയിൻ്റ് ഉണ്ട്. എയർപോർട്ട്സിൻ്റെ അടുത്ത് ഇപ്പം പാർക്കിംഗ് ബേസ് ഇല്ല. എയർക്രാഫ്റ്റ്സ് ഇതൊക്കെ പ്രൊക്യൂർ ചെയ്യുന്നത് എവിടെ പോകും? സോ ദേ നീഡ് എ പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ. ആൻഡ് ടുഡേ ഇറ്റ് ഈസ്, ഐ ആം ലക്കി ടു ഹാവ് വൺ ഓഫ് ദി ബെസ്റ്റ് airport infrastructure in the country, one of the best airside infrastructure in the country with a 3-kilometer runway. എനിക്ക് താങ്കളത് പറയുമ്പോൾ ഒരുപാട് എയർപോർട്ടുകൾ പ്രവർത്തിച്ച അനുഭവത്തിൽ നിന്ന് കണ്ണൂർ രാജ്യത്തെ ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് എയർപോർട്ടാണെന്ന് അദ്ദേഹം പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ പോസിറ്റീവ് സൈനാണ്. യെസ് ആൻഡ് ഓൾ ഓഫ് ദിസ് പുട്ട് ടുഗെദർ, ഈ റെസ്ട്രിക്ഷൻസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു ഞങ്ങളെ എയർപോർട്ടിന്, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് പീപ്പിൾ സിറ്റിംഗ് ഹിയർ, ഐ എം ഷുവർ ദ മോർ യു ടോക്ക് അബൌട്ട് ഇറ്റ്, ഇറ്റ് വിൽ ബി മാർക്കറ്റഡ് വെൽ വിത്ത് ദി എയർലൈൻ കമ്മ്യൂണിറ്റി. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഡോക്ടർ വേണു സർ ഓൾറെഡി ഞങ്ങളോട് ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഒരു ഡ്രീം ഫോർ ദ CEOs ഓഫ് ദി എയർലൈൻസ് ടു കം ആൻഡ് സീ വാട്ട് ഈസ് കണ്ണൂർ എയർപോർട്ട്. ദർ ഈസ്, ഹി ഹാസ് സജസ്റ്റഡ് മീ ടു കോൾ ദം ഓൾ ഹിയർ, take them around Kannur, show them the airport, and these are some of the few things that we will be doing in next 2 to 3 months so that our product is marketed well. Yes. So I think that's some of the additions that I can add on here. അതായത് ഡോക്ടർ വേണു അദ്ദേഹം 2022 എങ്ങനെ പൊട്ടൻഷ്യലായി മാറും നമ്മുടെ വിമാനത്താവളത്തെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നെക്സ്റ്റ് 3 മാസം അതിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഒരു ടാർഗറ്റ്, അതിൻ്റെ ഒരു സ്ട്രീം ലൈനിനെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു ട്രാവലേഴ്സിൻ്റെ, പാസഞ്ചേഴ്സിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന്, കണ്ണൂരുകാരുടെ ഭാഗത്ത് നിന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കാര്യം, ശ്രീ ജയചന്ദ്രൻ താങ്കൾ തന്നെ തുടങ്ങുന്നത് നന്നാവും. കാരണം ടീം ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേണിയുടെ ഭാഗമാണ്. ഇന്നും വളരെ സജീവമായ ആ സംഘടന, ആ കൂട്ടായ്മ നിലനിൽക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അന്ന് ആ വിമാനം ആദ്യമായി വരുന്നതും പോകുന്നതും നിങ്ങൾ യാത്ര ചെയ്യുന്നവരുടെ മനസ്സും മുഖവും സന്തോഷവും ഒക്കെ ഞാൻ ഇന്നും ഓർത്തെടുക്കുകയാണ്. ആ കൂട്ടായ്മ ഇന്നും വളരെ സജീവമായി നിൽക്കുന്നു എന്നറിയുന്നു. ഒപ്പം തന്നെ കണ്ണൂർ ഡെവലപ്മെൻറ്റ് ഫോറം, എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ, എന്താണ് ആഗ്രഹിക്കുന്നത്, സ്വപ്നം കാണുന്നത്, പ്രതീക്ഷിക്കുന്നത്, ആ പോയിന്റിലേക്ക് ചുരുക്കത്തിൽ വന്നാൽ? ടീം ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേണിയും 25ലധികം കണ്ണൂരിലുള്ള വാണിജ്യ വ്യവസായ മേഖലയിലെ സംഘടനകളും ചേർന്നിട്ടുള്ള കണ്ണൂർ ഡെവലപ്മെൻറ്റ് ഫോറവും ഇതിനെപ്പറ്റി ആദ്യമായി ഒന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ ഈ 3-ാം വർഷ ആഘോഷ സമയത്ത് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആശയം കണ്ണൂരിനെ കണ്ടെത്താൻ പുറമേ നിന്നുള്ള ആളുകളെ ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ ഈ ടൈറ്റിലിൽ തന്നെ ഉദ്ദേശിക്കുന്നത്, ഡെസ്റ്റിനേഷൻ കണ്ണൂർ ബിയോണ്ട് ഇമാജിനേഷൻ. ഒരാളുടെ സങ്കല്പത്തിനപ്പുറമുള്ളൊരു കണ്ണൂരിനെ കാണിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരു 60 ദിവസത്തെ ഒരു കണ്ണൂർ ഫെസ്റ്റിവൽ വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മാർച്ച് 15 മുതൽ ഒരു മെയ് 15 വരെയുള്ള ഒരു 60 ദിവസം കണ്ണൂരിലെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കണ്ണൂരിനെ ഒരു പുതിയൊരു തലത്തിലെത്തിക്കുവാൻ വേണ്ടി പുറമേ നിന്ന് ആളുകളോട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 60 ഡേയ്സ്. അതിൽ എയർലൈൻസിൻ്റെ പങ്കാളിത്തം വേണം, ഇവിടുത്തെ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ പങ്കാളിത്തം വേണം, ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ പങ്കാളിത്തം വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന ക്രൂയിസ് പ്രോജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നവരെല്ലാവരും ചേർന്നുകൊണ്ട് വി വാണ്ട് ടു ഓഫർ എ പാക്കേജ്. ഒരു 3 ദിവസം കണ്ണൂർ സന്ദർശിച്ചാൽ എത്ര രൂപയ്ക്ക് എന്തൊക്കെ കാണാം, അതുപോലെ തന്നെ ഒരു 7 ദിവസത്തെ പാക്കേജ്, ഇങ്ങനെയുള്ള പാക്കേജുകൾ കൂടി ഓഫർ ചെയ്തുകൊണ്ട് 60 ഡേയ്സ് കണ്ണൂർ ഒരു ആഘോഷമാക്കി മാറ്റുന്നതിന് അത് കേരള സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ നമുക്ക് ആവശ്യമാണ്. വേണു സർ അത് നമുക്ക് വേണ്ടി യാഥാർത്ഥ്യമാക്കുമെന്നാണ്. യെസ്. രണ്ടാമത്, കിയാലിൻ്റെ കയ്യിൽ ധാരാളം ലാൻഡുണ്ട്. കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് കിയാൽ അത് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് അത് ആക്ച്വലി യാഥാർത്ഥ്യമാവാത്തത്? അതിനെ സംബന്ധിച്ചും വേണു സാറോട് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ കൺസൾട്ടൻസൊക്കെ കൊടുക്കുന്നതായിട്ടുള്ള അഡ്വൈസ് പ്രകാരം അവർ വെച്ചിട്ടുള്ളതായിട്ടുള്ളൊരു പ്രപ്പോസലുണ്ട്. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ലാൻഡ് എടുക്കുന്ന ഒരാൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രോഫിറ്റ് ഷെയർ കൂടി കിയാലിന് കൊടുക്കണമെന്നാണ്. അപ്പോൾ അത് ഒരു തരത്തിലും സാധിക്കുകയില്ല എന്നാണ് ഞങ്ങൾ അപ്രോച്ച് ചെയ്ത മുഴുവൻ ആളും പറഞ്ഞത്. കിയാലിൻ്റെ ഒരു തരം കടുംപിടുത്തമല്ലേ? കിയാലിനെ അഡ്വൈസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. വേണു സാർ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ മറ്റ് എയർപോർട്ടുകളിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ മറ്റ് എയർപോർട്ടുകളുടെ ഒരു സ്ഥിതിയിൽ നമ്മൾ എത്തി. ഞാനിങ്ങോട്ട് വരുമ്പോൾ എന്നോടൊരു നിരന്തര യാത്ര ചെയ്യുന്നൊരു സുഹൃത്ത് പറഞ്ഞത്, ഒരു സൈൻ ബോർഡ് വെക്കണമെങ്കിൽ കിയാൽ അല്ലെങ്കിൽ കണ്ണൂർ ചോദിക്കുന്ന ഡൽഹി എയർപോർട്ടിൻ്റെ റേറ്റാണ് എന്ന് ചോദിക്കുന്നു. എനിക്ക് എൻ്റെ വസ്തുതയൊന്നും അല്ല, പക്ഷേ എൻ്റർപ്രണേഴ്സിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നം തന്നെയാണ്. പ്രിയപ്പെട്ട ശരത്, അത് അവരുടെ കൺസൾട്ടൻ്റ് അങ്ങനെ തന്നെയാണല്ലോ പറയുക. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് എയർപോർട്ടിന് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് ഇവിടെ ഡിമാൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ 3 വയസ്സായ ചെറിയ കുട്ടിയാണ്. അപ്പോൾ നമ്മളുടെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് അത് മാറ്റി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഗ്രോത്തിന് നിർണായകമായിട്ടുള്ളൊരു 3 സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്,
ഒരു ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻറ്റർ. കണ്ണൂരിലുള്ള വിവിധ പ്രോഡക്ട്സുകളുടെ എക്സിബിഷൻ ഓരോ മാസവും ഒരു എക്സിബിഷൻ, ഇൻ്റർനാഷണൽ എക്സിബിഷൻ നടത്താൻ പറ്റുന്ന രീതിയിൽ അത് ഇൻ്റർനാഷണൽ ട്രാവലേഴ്സും ഡൊമസ്റ്റിക് ട്രാവലേഴ്സും വന്ന് കാണുന്ന രീതിയിലാവുമ്പോൾ അത് എയർപോർട്ടിന് ഹെൽപ്പ് ചെയ്യും, ഇവിടുത്തെ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ഹെൽപ്പ് ചെയ്യും. അതാണ് ഒരു മേജർ തിങ്. അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾക്ക് കിയാലും കൂടി ഒരു ഭാഗമായി മാറിക്കൊണ്ട് ഈ പറയുന്നതായിട്ടുള്ള കിയാലിൻ്റെ ഡിമാൻഡ്സ് മാറ്റിയെടുത്തേ പറ്റൂ. രണ്ടാമത് ഒരു 2-3 പ്രമുഖ ഹോട്ടലുകൾ അവിടെ വരേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഒരു നോളജ് ഹബ്. അതിന് ഞങ്ങളുടെ മാഡം വിദ്യാ വിനോദ് കണ്ണൂർക്കാരിയായിട്ടുള്ള അവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ തന്നെ ഈ പറയുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ പ്രോഫിറ്റ് ഷെയർ കിയാൽ പറയുമ്പോൾ എല്ലാവരും പിന്നോട്ട് പോവുകയാണ്. പുറത്തൊരു ലാൻഡ് എടുത്താൽ ആ പ്രയാസമില്ല. പിന്നെ ലാൻഡിൻ്റെ വാല്യൂ, ലീസ് വാല്യൂ കണക്കാക്കുന്നതിലും വേണു സാറോടൊരു കാര്യം പറയാനുണ്ട്. ആക്ച്വലി മട്ടന്നൂർ തന്നെ കിൻഫ്ര പാർക്ക് ഉണ്ട്. അതിൻ്റെ ഏകദേശം ലെവലിലുള്ളൊരു റേറ്റാണ് ഇവരുടെ ലാൻഡിൻ്റെ ലീസ് റേറ്റ്. ആ ലാൻഡ് എടുത്തത് കഴിഞ്ഞൊരു 5 വർഷത്തിനുള്ളിലാണ്. ഇവർ ലാൻഡ് എടുത്തത് 10 വർഷം മുന്നെയാണ്. അപ്പോൾ ഇവർ ആക്ച്വലി സ്പെൻഡ് ചെയ്തതിൻ്റെ മേലെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ റിക്വസ്റ്റ്. ഇതൊക്കെ എയർപോർട്ടിനും കൂടി ഗ്രോത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. മൂന്നാമതായിട്ട് പോയിൻ്റ് ഓഫ് കോൾ ഓർഡർ ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന 1-2 ഇഷ്യൂസ്. പോയിൻ്റ് ഓഫ് കോൾ ലഭിക്കുന്നില്ല. ഇന്ത്യൻ എയർലൈൻസുകൾക്ക് ഫസ്റ്റ് 5 years പ്രയോറിറ്റി കൊടുക്കുന്നതാണ് സെൻട്രൽ ഗവൺമെൻറ് പോളിസി. നമുക്കതിൽ തർക്കമില്ല. പക്ഷെങ്കിൽ ആ ഓരോ എയർലൈനും ഇവിടുത്തെ പ്രവാസികളോ അല്ലെങ്കിൽ യാത്രക്കാരിൽ നിന്ന് വാങ്ങുന്ന ചാർജിനെ പറ്റിയിട്ട് വി ആർ വെരി കൺസേൺഡ്. അബുദാബിയിലേക്ക് എത്തിഹാദ് കോഴിക്കോട് നിന്ന് പോകുമ്പോൾ ബിസിനസ് ക്ലാസ്സിന് കൊടുക്കുന്ന പ്രൈസ് കണ്ണൂരിൽ നിന്ന് ഇക്കോണമി ക്ലാസ്സിന് ഫുൾ സർവീസ് നൽകാത്തവർ ഇക്കോണമിക് ക്ലാസ് എയർക്രാഫ്റ്റിൽ കൊടുക്കേണ്ടി വരുന്നു യാത്രക്കാർ. മനസ്സിലായി സാർ? അതിൽ ഫസ്റ്റ് ഫ്ലൈറ്റിൽ പോയ ഞങ്ങളുടെ കൂട്ടത്തിൽ 32,000 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത ആളുണ്ട് കണ്ണൂർ ടു അബുദാബി. അതിൻ്റെ ബേസ് പ്രൈസ് 9,800 ആയിരുന്നു. അപ്പോൾ ബിസിനസ് ക്ലാസ് ആണെങ്കിൽ ഒരു 20,000 കിട്ടേണ്ട ടിക്കറ്റാണ്. എത്തിഹാദ് കാലിക്കറ്റ് ടു അബുദാബി 20,000 ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുമ്പം കണ്ണൂരിൽ നിന്ന് എന്തിനാണ് ഇങ്ങനെ ചാർജ് ചെയ്യുന്നതെന്ന് ഇന്ത്യൻ കമ്പനീസിനോട് കിയാൽ ചോദിക്കണം. അത് കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ പലരും പറയുന്നുണ്ട് 10,000 രൂപ അധികം കൊടുത്തിട്ട് കണ്ണൂർ എന്തിനാണ് വരുന്നത്, കാലിക്കറ്റ് 10,000 രൂപ കുറഞ്ഞ് യാത്ര ചെയ്യാം. സോ ഈ ഒരു കാര്യം കൂടി കിയാൽ സ്ട്രോങ് ആയി എടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു ലീഡർഷിപ്പാണ് കിയാലിനുള്ളത്. കേരള ഗവൺമെൻറ്റും അങ്ങനെ പോസിറ്റീവായി, കിയാലിൻ്റെ ബോർഡ് മെമ്പേഴ്സും പോസിറ്റീവ് ആണ്. കണ്ണൂർ ഡെവലപ്മെൻറ്റ് ഫോറം വളരെ ഡിപ്ലോമാറ്റിക് ആണ്. താങ്ക് യു. പറയാനുള്ളതെല്ലാം സ്മൂത്തായി പറഞ്ഞു വെച്ചിട്ട്, പക്ഷേ ടീം അല്ലെങ്കിൽ ലീഡർഷിപ്പ് വളരെ നല്ലതാണ് എന്ന് പറയുന്ന ഒരു നല്ല ആറ്റിറ്റ്യൂഡ്. പക്ഷേ പറയാനുള്ളതെല്ലാം വളരെ കൃത്യമായി അവതരിപ്പിച്ചു കഴിഞ്ഞു. ശ്രീ അബ്ദുൽ ഖാദർ. എയർപോർട്ടിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അത് കണ്ണൂർ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ 4,000 മീറ്റേഴ്സിന് പോലുള്ള സ്ഥലം എക്വസിഷൻ ചെയ്യാനുള്ള നീക്കങ്ങൾ പോലും നടന്നത്. സോ വി ഓൾറെഡി കൺസിഡർ ഇൻ എ വെരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള റൺവേ ഉണ്ട്, എല്ലാ സൗകര്യമുണ്ട്. ഐ എം ഹാപ്പി. ഞങ്ങളിപ്പോൾ ഫ്രൈറ്റ് ഫോർവേഡിങ് അസോസിയേഷൻ്റെ അതിനൊരു ചെയർമാൻ എന്നുള്ള എനിക്ക് പറയാം, കാർഗോൻ്റെ ചെറിയ രീതിയിൽ വന്ന് ഇനി ഇമ്പോർട്ട് കാർഗോന് വേണ്ടിയിട്ടുള്ള കുറച്ച് സൗകര്യങ്ങൾ കൂടി അവിടെ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുക. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഇപ്പം ഞങ്ങൾ ഇപ്പം നമ്മൾ പോയിൻ്റ് ഓഫ് കോൾ ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഈ അവസ്ഥയിൽ സമീപ ഭാവിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടി സാധ്യതയില്ല. നമ്മൾ അതിൻ്റെ പിന്നാലെ മാത്രം പോയിട്ട് വൈ ഷുഡ് വി വേസ്റ്റ് അവർ ടൈം? ലെറ്റ് us think സം പ്രാക്ടിക്കലായിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കാരിയേഴ്സിനെ കൊണ്ടുവന്നിട്ട് സാർ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ വിസ്താര മറ്റുള്ള എയർലൈൻസ് ഉണ്ട്, ലെറ്റ് ദം ട്രൈ ടു പുട്ട് ഒന്ന് മലേഷ്യ സിംഗപ്പൂറിലേക്ക്. ഈ എറണാകുളത്ത് ഭയങ്കര കൊച്ചിയിലെ സക്സസ് ആയിരുന്നു. വി ഡോണ്ട് റിക്കവർ ഡെയിലി ഫ്ലൈറ്റ്സ്, വീക്കിലി ഒരു 2-3 ഫ്ലൈറ്റ്സ് മലേഷ്യ ഇതിലേക്ക് ഉണ്ടെങ്കിൽ ഒരു പാക്കേജായിട്ട് വി ക്യാൻ പ്രൊമോട്ട് ട്രാവൽ. ഇപ്പോൾ ആളുകൾ അങ്ങനത്തെ 2-3 ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ മാനന്തവാടി എവിടെയൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്നു. സോ വളരെ ഇതായിട്ട് നമുക്കത് വലിയൊരു സക്സസ്. അതേസമയം റിട്ടേൺ ഫ്ലൈറ്റിലാണ് ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോയിട്ടുള്ള നമ്മൾ അക്കോമഡേഷനും ഇതൊക്കെ ചെയ്തിട്ട് സോ വി ക്യാൻ ബ്രിങ് ബാക്ക് ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യുക. അതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ഇപ്പം ഞങ്ങളിപ്പം 7 ടൂറിസം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഐ എം വെരി ഹാപ്പി ടു, ഞാൻ അതിൻ്റെ ചെയർമാൻ. ഇപ്പം നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട്. ഇതൊക്കെ അങ്ങനെയുള്ള ആളുകളെ ഒക്കെ ഉൾക്കൊള്ളിച്ച് ട്രാവലേഴ്സ്
റെസ്റ്റോറൻറ്റ്സ് ഈ പാക്കേജ് ആൾക്കാർ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പാക്കേജ് ടൂർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 3 days 5 days എന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്താൽ ലെറ്റസ് ലീവിൽ ഞാനത് ഫോർഗറ്റ് ചെയ്യാനല്ല പറഞ്ഞത്. സോ ഡോണ്ട് വേസ്റ്റ് അവർ ടൈം ഫോർ ദി ഫോറിൻ എയർലൈൻസ്. അല്ല, അവിടെ ശ്രീ അബ്ദുൽ ഖാദർ വളരെ വാലിഡ് പോയിന്റ്സ് ആണത്. ശ്രീ സന്തോഷ്, ഈ എക്സ്പോ ഒക്കെ വരുമ്പോൾ കൂടുതലായി പരിചയപ്പെടുകയും അതുവഴി ഈ പാസഞ്ചേഴ്സ് ഫ്ലോ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സ്കീംസ്, ഇമ്മീഡിയറ്റ് സ്കീംസിനെ കുറിച്ച് പറഞ്ഞു വെക്കുകയും ചെയ്തു. ശ്രീ അബ്ദുൽ ഖാദർ പറഞ്ഞതിൽ വരുന്ന ചില കാര്യങ്ങളാണ് അത്. കണ്ണൂർ എയർപോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. കണ്ണൂർ എയർപോർട്ടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ ജയചന്ദ്രൻ സാറും മറ്റ് ആൾക്കാരൊക്കെ വിശദമായി സംസാരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാനുള്ളത് എയർപോർട്ടിനുള്ളിലുള്ള കാര്യങ്ങൾ എല്ലാവരും വിശദീകരിച്ച് സംസാരിച്ചു. പക്ഷേ നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മൾ കണ്ണൂരിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകാൻ പ്രധാനമായും നിൽക്കുന്നത് 2 റോഡുകളാണ്. ഒന്ന് മേലെ ചൊവ്വ ഏച്ചൂർ മട്ടന്നൂർ റോഡ്, 2 താഴെ ചൊവ്വ കാപ്പാട് മട്ടന്നൂർ റോഡ്. പക്ഷേ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ റോഡുകളുടെ വികസനത്തെപ്പറ്റി പല ഭരണകർത്താക്കളും സംസാരിച്ചു. അതൊരു പോയിന്റായി അഡ്രസ്സ് ചെയ്യുന്നു. ഈ എയർപോർട്ട് വികസനം എന്ന് പറയുമ്പോൾ റോഡുകളുടെ അനുബന്ധമായ റോഡുകളുടെ വികസനവും വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു പോയിന്റ് ഏതാണ്? റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ കാർഗോ വന്നു കഴിഞ്ഞു. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം കാർഗോ ഒരു പ്രധാന വഴിത്തിരിവ് തന്നെയാണ്. ആ വഴിത്തിരിവിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് റോഡ് വികസനം അടിയന്തരമായിട്ട് വേണം. ഇതാണ് പറയാനുള്ളത്. യെസ്, ഞാൻ 2 ജനപ്രതിനിധികൾ കൂടി നമ്മളുടെ കൂടെ ഈ സെഷനിലുണ്ട്. അവരിലേക്കും കൂടി വരാം. ജനപ്രതിനിധികളെ സംബന്ധിച്ച് ജനങ്ങൾ പറയുന്നത് പ്രധാനമാണല്ലോ. അവർ കൂടി പറയുന്ന ചില കമൻസ് എടുത്തുകൊണ്ട് ഞാൻ വരാം. ഇതിനൊരുപാട് പ്രതിബദ്ധതകൾ ഉണ്ട്. ഇൻ്റർനാഷണൽ കമ്പനികൾ ഇവിടുന്ന് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തതിനുള്ള ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഇവിടെയുള്ള MP-മാരും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ജനപ്രതിനിധികളും വളരെ സജീവമായി ഇടപെട്ട് അടിയന്തരമായും ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് ഇതിന് ആ പ്രതിസന്ധി ആ ഒരു പ്രശ്നം ഒരു ശ്രമം നടത്തണം. നമുക്കറിയാം, ഈ കേരളത്തിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെ ഒരുപാട് തൊഴിലാളികൾ ഇവിടെ ജോലിക്കായിട്ട് കടന്നു വരുന്നുണ്ട്. അവർക്ക് ഡൊമസ്റ്റിക് സർവീസ് ഇല്ല എന്നുള്ളത് ആണ് ഒരു യാഥാർത്ഥ്യം. എനിക്ക് തോന്നുന്നു ബോംബെയിലും ഡൽഹിയിലും മാത്രമാണ് ഇപ്പോൾ എത്തിപ്പെടാൻ. ഡൊമസ്റ്റിക് സർവീസ് കൂട്ടണം. ഡൊമസ്റ്റിക് സർവീസ് ഈ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യ, നോർത്ത് ഈസ്റ്റ്, അതുപോലെ തന്നെ ജമ്മു അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഡൊമസ്റ്റിക് സർവീസ് കൂട്ടിയാൽ കേരളത്തിൽ ഏകദേശം 10-30 ലക്ഷത്തോളം പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുണ്ട്. അവർ പലപ്പോഴും ഫ്ലൈറ്റിന് പോകുന്ന ആളുകളാണ്. ഞാനിപ്പോൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ചെറിയ വരുമാനമാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റിന് പോയിട്ട് അവിടെ നിന്നാണ് മറ്റവരുടെ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുന്നത്. ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ വളരെയധികം ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഫോറിൻ എയർലൈൻസ് ഇവിടെ ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ക്രൂസിന് താമസിക്കാനുള്ള സൗകര്യം തന്നെ ഇവിടെ കുറവാണ്. അറ്റ്ലീസ്റ്റ് ഒരു 4 സ്റ്റാറെങ്കിലും ഫെസിലിറ്റീസുള്ള ഒരു ഹോട്ടൽ സംവിധാനം ഉണ്ടാവില്ല നിർബന്ധം. എയർപോർട്ട് മാത്രം പുരോഗമിച്ചുകൊണ്ടായിട്ടില്ല. എയർപോർട്ടിൻ്റെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഇപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ് ഹെൽത്ത് ടൂറിസം. കാരണം ഇന്ന് GCC കൺട്രീസിലുള്ള മുഴുവൻ ആളുകളും ഈ ഒരു ഹെൽത്ത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന പലരും ഉണ്ട്. പലരെയും ഞങ്ങൾ കൊച്ചി പോലുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ണൂരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹെൽത്ത് ടൂറിസം ആവശ്യമാണ്. ഏകദേശം 6 വർഷത്തോളമായിട്ട് മുഴപ്പിലങ്ങാടി ബീച്ച് റിസോർട്ടിന് അടുത്തായിട്ട് ഞങ്ങൾ കുറച്ച് സംരംഭകർ, പ്രവാസികളായ സംരംഭങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിംഫിൽ എന്ന് പറഞ്ഞ ഒരു ടൂറിസം പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ലാൻഡ് അക്വിസിഷൻ എല്ലാം നടത്തി കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്താണ് ഇപ്പോഴും മുഴപ്പിലങ്ങാട് നിന്ന് പാസ്സായിട്ടും CRZ ക്ലിയറൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ട്, അതും 200 മീറ്ററിന് ശേഷമാണ് ഞങ്ങൾ പ്ലാൻ കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തിട്ട് ഇതുവരെ പാസ്സാക്കാതെ നിൽക്കുകയാണ്. ഏകദേശം 25 CR അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് പ്രവാസികൾ തയ്യാറായിട്ട് 6 വർഷമായി. ഇതുവരെയായിട്ട് ആ ഒരു കാര്യം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഏകജാലക രീതിയിൽ ഒരു 1 സ്റ്റെപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വേണ്ടുന്ന ലൈസൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സത്യസന്ധമായിരിക്കുന്ന ഒരു ടീം ഉണ്ടാവും. എങ്കിലേ വർക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഞാൻ ബിനോയ്, ഇൻഡിഗോ എയർലൈൻസിൻ്റെ കേരള ഹെഡാണ്. ബിനോയ് ജോസഫ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോർമലി നമ്മളൊരു ഡെസ്റ്റിനേഷൻ പിക്കപ്പ് ആവണമെങ്കിൽ സാധാരണ നമ്മൾ കൊച്ചിയിലും ഒക്കെ നടത്തുന്ന മാതിരി ഒരു ട്രാവൽ മാർട്ട് ഓൾ ഓവർ ഇന്ത്യ ടൂർ ഓപ്പറേറ്റ് വെച്ചിട്ട് ഇവിടെ ഒരു ട്രാവൽ മാർട്ട് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഫസ്റ്റ് ഈ ഡെസ്റ്റിനേഷൻ അറിഞ്ഞ് ഇൻട്രസ്റ്റായി കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ദേ വിൽ സെൻഡ് ദ ടൂറിസ്റ്റ് ഓവർ ഹിയർ. സോ മെയിൻലി ടൂറിസം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ട്രാവൽ ഏജൻസിനെ കോർഡിനേറ്റ് ചെയ്ത് ഇതൊരു ഡെസ്റ്റിനേഷനായി പ്രൊമോട്ട് ചെയ്യുക,
എന്നൊരു സജഷൻ. അതിനീ പറഞ്ഞ എക്സ്പോ പോലെയുള്ള ആലോചനകൾ ഗുണം ചെയ്യുമോ? ഞാനൊരു പൈലറ്റാണ്. ഞാൻ ഗോവ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ CEO ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. ആ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഞാൻ പറയാം. നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഈ പോയിൻ്റ് പറയുന്നത് നെഗറ്റീവ് പോയിൻ്റായിട്ട് എടുക്കില്ല, പോസിറ്റീവായിട്ട് എടുക്കണം. ദ പോയിൻ്റ് ഈസ് യു ഹാവ് സീൻ ആക്സിഡൻറ്റ് ഇൻ മാംഗ്ലൂർ, യു ഹാവ് സീൻ ആക്സിഡൻറ്റ് ഇൻ കാലിക്കറ്റ്. ഇന്നലെ ജനറൽ റാവത്ത് ഒരു ഹെലികോപ്റ്ററിൽ പോയി. ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് there are a lot of lessons that we have to learn and which we must incorporate into our this thing. There is a saying, aviation industry is safe as long as we understand it can be very dangerous. All accidents are caused. They do not just happen. എല്ലാത്തിനും ഒരു കോസ് ഉണ്ട്. ഈ ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ ഇഫ് യു അനലൈസ് വി ഫൈൻഡ് അന്നേരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ പല ഫ്ലോസും ഉണ്ടായിരുന്നു, അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആക്സിഡൻറ്റ് ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത്. ഈ ഒരു പോയിൻ്റ് what I am sure the airport, Kannur airport would be doing safety audits. Now safety audit is a very, very important thing and it is not just done once. It has to be done very periodically. പുതിയ പോയിന്റും കൂടിയാണ്, വളരെ പ്രസക്തമാണ്. All issues regarding aircraft operation, the runway length, the shoulders, പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമാണ് സേഫ്റ്റി ഓഡിറ്റ് എന്നതുമായി ബന്ധപ്പെട്ട്. ശ്രീ മുഹമ്മദ്, ഗവൺമെൻറ് സാധാരണയായിട്ട് ടൂറിസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് കണ്ടമാനം പൈസ കാര്യങ്ങളെല്ലാം ചിലവാക്കുന്നുണ്ട്. അത് നല്ല നിലയിൽ ഗവൺമെൻറ് പല അപ്രോച്ചും ചെയ്യുന്നുണ്ട് ഗ്രാമങ്ങളിൽ. പക്ഷെ ഒരു കാര്യം ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം പയ്യാമ്പലം ബീച്ചിൽ ജനങ്ങൾ ഇന്ത്യയിൽ നിന്ന് പലയിടത്തും ആൾക്കാർ വരുമ്പോൾ അവിടെ കംപ്ലീറ്റ് വേസ്റ്റാണ് കൊണ്ടു നടക്കുന്നത്, വേസ്റ്റും കച്ചറിയും. ഇതിന് ഗവൺമെൻറ് ഒരു മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ടീമിനെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കണം. എന്നാൽ മാത്രമാണ് കോടിക്കണക്കിന് ഉറുപ്പ്യ ചിലവാക്കിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഗവൺമെൻറ്റിനാണ് നഷ്ടം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വളരെ പ്രധാനപ്പെട്ട കണ്ണൂരുമായി ബന്ധപ്പെട്ട ഒരു പൊതു പ്രശ്നം കൂടിയാണ് ഉന്നയിച്ചത്. നമ്മുടെ വരുന്ന സെഷനുകളും അങ്ങനെയുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ സ്കീംസ്, അവർ നീഡ്സ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ ഈ നിർദ്ദേശം ശ്രീ ഡോക്ടർ വേണു അയ്യനെ പോലൊരു സീനിയർ ഉദ്യോഗസ്ഥൻ കൂടി ഇരിക്കുമ്പോൾ അഡ്രസ് ചെയ്തതും വളരെ നന്നായി. ഒരു നിമിഷം ഈ ജനപ്രതിനിധികൾക്ക് കൂടി എയർപോർട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കേട്ടുകൊണ്ട് ഒരു അവസരം തരണം. തരാം. അതെ, ബൈപ്പാസ് റോഡ് പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് സാധ്യതയുണ്ട്. കാരണം കിയാലിനുൾപ്പെടെ സ്ഥലമുള്ള സ്ഥിതിക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലത്തെ കാർഗോ വന്നു, അതിനുശേഷം നമുക്ക് കയറ്റുമതി അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് അതിലേക്ക് പോകുന്നത് കുറച്ചും കൂടി ഇതാവും. പിന്നെ നമ്മൾ പറയുമ്പോൾ ഡൊമസ്റ്റിക് ഇപ്പം ഇതുണ്ടോ, പക്ഷേ ഫ്ലൈറ്റ് ഡൊമസ്റ്റിക് നമ്മളിപ്പം സാധാരണ ലോക്കൽ ട്രെയിന് പോകുന്നത് മാതിരി നമുക്ക് അതെങ്കിലും കിട്ടാം. ഇൻ്റർനാഷണൽ കിട്ടുന്നില്ല. ഇതിപ്പോൾ നമുക്ക് രാവിലെ ഒന്ന് കഴിഞ്ഞ് വൈകുന്നേരം. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു രാജ്യത്തെ ഏറ്റവും വലിയ ഒരു എയർപോർട്ട് നിന്ന് എല്ലാ ഭൗതിക സാഹചര്യം ഉണ്ട്. അതിന് കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് സാമൂഹ്യപരമായിട്ടുള്ള പശ്ചാത്തലം, രാഷ്ട്രീയപരമായ ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരം സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമുക്ക് എത്തിപ്പെടണം. പക്ഷേ എയർപോർട്ടിൻ്റെ പേര് മാത്രമാകരുത്, ഫ്ലൈറ്റ് കൂടി സാധ്യമാക്കിക്കൊണ്ട് പോകണം. പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫുൾ ഓപ്പറേഷൻ ഫീൽഡിലേക്ക് കണ്ണൂരിനെ കാണണം എന്നൊരു ആഗ്രഹവും ആണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എന്തെങ്കിലും ഒരു ഈ സെഷൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്കാനുണ്ട്? മുമ്പ് സംസാരിച്ചത് ഓർമ്മയുണ്ട്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണ്. ഇപ്പോൾ 4000 മീറ്റർ റൺവേ ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുമ്പം ജനങ്ങൾ ഇന്നും ആശങ്കയിലാണ്. ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞില്ല. അവർക്ക് വാസയോഗ്യമായ സ്ഥലത്ത് വീടെടുക്കാനോ അതുപോലെ തന്നെ കൃഷിക്ക് അനുയോജ്യമായിട്ട് കൃഷി ചെയ്യാനോ പറ്റാത്ത ഒരു പ്രയാസം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് എടുക്കേണ്ട രീതിയിലേക്ക് വരിക. ഇപ്പം വിമാനത്താവളം വന്നത് മുതൽ തന്നെ ഉള്ള ഒരുപടി പ്രയാസങ്ങളുണ്ട്. ഇപ്പം മഴ വരുമ്പോൾ ചളിവെള്ളം കെട്ടി നിൽക്കുന്നത്, ഇതിൻ്റെയെല്ലാം ഇനിയും അതിൻ്റെയൊന്നും പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. അതിൻ്റെയെല്ലാം പ്രയാസം വലിയ രീതിയിലുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പം 4 വരി പാത. ഇപ്പോൾ ഞങ്ങളുടെ എല്ലാം പ്രദേശത്ത് എത്തുമ്പോൾ ചാലോട് ടൗണ് പോലെയുള്ള പ്രദേശങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ യാത്ര പ്രശ്നം അനുഭവിക്കുകയാണ്. മറ്റൊന്ന് പറയാനുള്ള ഇപ്പം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നതാണ് ബിൽഡിംഗ് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇപ്പോൾ വിമാനത്താവളത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ നമുക്ക് ബിൽഡിംഗ് എടുക്കുമ്പോൾ അതാണെങ്കിൽ കുറേ സമയം നീണ്ടു വരുന്നു. 4 മാസത്തോളം എല്ലാം
നീണ്ടു നിൽക്കുന്ന ഒരു പ്രയാസം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു പ്രശ്നം അതും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ആ ഉത്തരവാദിത്വത്തോടെയാണ് ആ പ്രശ്നങ്ങൾ കൂടി വെച്ചത്. ശ്രീ വേണു IAS. വളരെ വിലയേറിയ പല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഇപ്പോൾ ഈ ചെറിയ സമയം കൊണ്ട് എനിക്ക് മറുപടി പറയാൻ സാധിക്കുമില്ല. എന്നാൽ അതൊരു 2-3 മണിക്കൂർ എടുത്ത് ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങളിലെങ്കിലും റെസ്പോൺസ് നൽകണമെന്നുണ്ട്. ഒന്ന്, ഇവിടെ ടൂറിസത്തെ കുറിച്ചിട്ട് മറ്റൊരു സെഷൻ ഉള്ളതുകൊണ്ട് ടൂറിസത്തിൻ്റെ വിഷയങ്ങളെല്ലാം ഞാൻ അവിടെ ആ സമയത്ത് നമുക്ക് പരിശോധിക്കാമെന്ന് തോന്നുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം പറഞ്ഞൊന്ന് പോകണം. ഇവിടെ ആരംഭിക്കുമ്പോൾ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞത് 60 ദിവസത്തെ ഒരു പരിപാടിയായി, ഒരു വലിയ പരിപാടിയെ കണ്ണൂരിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ടൂർ പാക്കേജസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാനുള്ള ഒരു ഇൻറ്റൻസീവ് എക്സസൈസ്, ഒരു ക്യാമ്പയിൻ ഉണ്ടാവണം. അതിന് എയർപോർട്ടും ടൂർ ഓപ്പറേറ്റർമാരും ഹോട്ടലിയേഴ്സും എല്ലാവരും സഹകരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 2 രീതിയിലും ഇതിനോട് റെസ്പോണ്ട് ചെയ്യാനുണ്ട്. ഒന്ന്, കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇതിൽ നേതൃത്വപരമായിട്ട് തന്നെ ഒരു ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാമെന്ന ഒരു ഉറപ്പാണ് ഞാൻ ആദ്യം നൽകുന്നത്. സുഭാഷ് വിൽ ആങ്കർ ദ ഹോൾ തിങ്. എല്ലാ എയർലൈൻസിൻ്റെ ആൾക്കാർ ഇവിടെ ഇൻഡിഗോ ഓൾറെഡി ഉണ്ട്. മറ്റുള്ളവരെല്ലാവരെയും വിളിച്ചിട്ട് അവരോട് സംസാരിച്ച് നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ക്രമീകരണം അവരുടെ ഭാഗത്ത് നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് എല്ലാ സഹകരണവും അതിലുണ്ടാവും. 2, ടൂറിസത്തിൻ്റെ ഭാഗത്ത് പറയാം. ഞാൻ ആസ് ടൂറിസം സെക്രട്ടറി ഇതിനൊരു പ്രപ്പോസൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കേരള ടൂറിസം ഈ ഇനീഷ്യേറ്റീവിൽ പങ്കാളിയായി വന്നുകൊണ്ട് നിങ്ങളുടെ ലീഡർഷിപ്പിൽ നടക്കട്ടെ. പക്ഷേ അതിലൊരു എന്താ പറയുക, നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഇവിടെ മിസ്റ്റർ പ്രശാന്ത് ഉണ്ട്. അദ്ദേഹം ഇക്കാര്യത്തിൽ നിങ്ങളോട് കോർഡിനേറ്റ് ചെയ്യും. വി വിൽ ഡു ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവിടെ പിന്നീട് സംസാരിക്കാം. രണ്ടാമത്, ഇവിടെ ശ്രീ ജയചന്ദ്രൻ റേസ് ചെയ്തൊരു പോയിന്റ് എന്താണ്, നമ്മുടെ കിയാൽ 2000 ഏക്കർ സ്ഥലമുണ്ട്, എന്നാൽ അവിടുത്തെ ടേംസ് വളരെ സ്റ്റിഫാണ്. ശരത്തിൻ്റെ ശ്രദ്ധയിലും വന്നു എന്നാണ് ശരത്തും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓർക്കേണ്ടത് കിയാൽ ഒരു കമേഴ്ഷ്യൽ എൻറ്റിറ്റി എന്ന നിലയിലാണ് ആത്യന്തികമായി പ്രവർത്തിക്കേണ്ടത്. കിയാലിനെ നമ്മൾ കാണേണ്ടത്, ഞാൻ ഇപ്പോൾ ഒരു MD എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ മറ്റ് ഫോറത്തിലും പറഞ്ഞിട്ടുണ്ട്, 2000 ചില്ലുവാനം കോടി രൂപയുടെ പദ്ധതിയിൽ 1000 കോടി രൂപ ഡെറ്റാണ്. ഇവിടെ ഇരിക്കുന്ന പലരും ബിസിനസ്സുകൾ നടത്തി പരിചയമുള്ളവരാണ്. ഈ പൂജ്യങ്ങൾ നമ്മൾ നോക്കണ്ട. പക്ഷേ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പകുതി ഡെറ്റായിട്ട്, കടമായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു കമേഴ്ഷ്യൽ എൻറ്റിറ്റിയാണ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. 8000-ഓളം ഷെയർ ഹോൾഡേഴ്സിന് മറുപടി പറയേണ്ട ഒരാളാണ് ഞാൻ. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെറുകിടക്കാരും ഒക്കെ അവരുടെ പണം മുടക്കിയിട്ടുള്ള ഒരു കമേഴ്ഷ്യൽ എൻറ്റിറ്റിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കണ്ണൂർ എയർപോർട്ട് എടുക്കുന്ന ഓരോ തീരുമാനവും കമേഴ്ഷ്യലായി വയബിൾ ആവണം, സൗണ്ട് ആവണം. ഇതുകൊണ്ട് ഞാൻ ഇദ്ദേഹം ജയചന്ദ്രൻ പറഞ്ഞ കാര്യം തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ അതാണ് അതിൻ്റെ പുറകിലുള്ളൊരു ഇമ്പരേറ്റീവ്. ഏതൊരു ഡിസിഷനും നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഭൂമി, ആ ഭൂമിയുടെ വില എന്താണെന്നുള്ളതല്ല പ്രശ്നം. ഇന്ന് ആ ഭൂമി എന്ന് പറയുന്നത് കണ്ണൂർ അന്താരാഷ്ട്ര എയർപോർട്ട് നിർമ്മിച്ച ആ പണം തിരിച്ചു പിടിക്കേണ്ട ഒരു പണമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ആ ഭൂമിയെ വളരെ സൂക്ഷ്മതയോട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട. അതായത് ഇപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവാം, ഇതെടുത്തിട്ട് അങ്ങ് കൊടുത്താൽ പോരെ, നമുക്കൊരു മറ്റ് രീതിയിലുള്ള ഗുണം നാടിനുണ്ടാവുമല്ലോ, ആ രൂപത്തിലും കാണേണ്ടതുണ്ടെങ്കിലും പ്രൈമറിലി ഒരു കമേഴ്ഷ്യൽ എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആ കമേഴ്ഷ്യൽ കൺസിഡറേഷൻസ് അതിൻ്റെ പിന്നിലുണ്ടാവും എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് നമ്മൾ ചില സ്ഥലങ്ങളിലെങ്കിലും എയർപോർട്ട്സ് എന്ത് ചെയ്യും, അവരുടെ ചില നഷ്ടം സഹിച്ചും അവർ ചില ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരാൻ ശ്രമിക്കും. അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഒരു തുറന്ന മനോഭാവമാണുള്ളത്. ആ കാര്യങ്ങൾ പക്ഷേ ഞങ്ങൾക്ക് പരിശോധിക്കാതെ നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല. ശ്രീ അബ്ദുൽ ഖാദർ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. അതായത് ആസ് യു സെഡ്, നമുക്കിപ്പോൾ കയ്യിലുള്ളതിനെ കൊണ്ട് നമുക്ക് തന്നെ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എക്സ്പാൻഷൻ, അത് പ്രസിഡൻറ്റും പറഞ്ഞു ഇവിടെ, എക്സ്പാൻഷൻ ഓഫ് ഡൊമസ്റ്റിക് റൂട്ട്സ്, എക്സ്പാൻഷൻ ഓഫ് ഇൻ്റർനാഷണൽ റൂട്ട്സ്, ഇതാണ് ഞങ്ങളുടെ ഡേ ആൻഡ് നൈറ്റ് ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന കാര്യമാണിത്. അതിൽ വലിയ മാറ്റം ഉണ്ടാവും. ആ മാറ്റം വരുമ്പോൾ റേറ്റ്സ് കുറയും. നമ്മളിപ്പോൾ റേറ്റിനെ കുറിച്ച് പറഞ്ഞു, അതും ഫെയറിനെ കുറിച്ച് പറഞ്ഞു. ഈ ഫെയറൊക്കെ ഒരു കാർട്ടലാണ്. സോറി ടു സേ ദിസ് വിത്ത് ഇൻഡിഗോ ബിനോയ് സിറ്റിംഗ് ഹിയർ, ബട്ട് ഐ എം സേയിങ് കാർട്ടലൈസേഷൻ ഇൻ എയർലൈൻസ് ഒരു ഇറ്റ് ഈസ് എന്താ പറയുക, ഒരു ഇന്നവിറ്റബിൾ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. എവിടെയാണോ കോമ്പറ്റീഷൻ ഉള്ളത് അവിടെ റേറ്റ്സ് കുറയും. കോമ്പറ്റീഷൻ കുറയുമ്പോഴേക്കും റേറ്റ് കൂടും. ഇതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ ആസ് എൻ എയർപോർട്ട് ഓപ്പറേറ്റർ ഞങ്ങളുടെ താല്പര്യം എന്താണ്, മാക്സിമൈസ് ദ നമ്പർ ഓഫ് സർവീസസ്, മാക്സിമൈസ് ദ നമ്പർ ഓഫ് പാർട്ട്ണർ എയർലൈൻസ് ടച്ചിങ് അസ്. എത്രയോ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 22 is going to be a very exciting time. നമ്മളെല്ലാവരും കൂടി പിടിക്കുകയാണ് അതിന്. അങ്ങനെ വരുമ്പോൾ ധാരാളം സർവീസുകൾ പുതിയതായിട്ട് ആരംഭിക്കും. അങ്ങനെ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റേറ്റും കുറയും.
ആ അഷുറൻസാണ് ഞാൻ തരുന്നത്. ദാറ്റ് ഈസ് ഹൗ ദ മാർക്കറ്റ് വർക്ക്സ്. പുതിയ ഡെസ്റ്റിനേഷൻസ്, ഡൊമസ്റ്റിക് റൂട്ട്സ് ഞങ്ങൾ അതാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ 3ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ എനിക്ക് തന്നിട്ടുള്ളൊരു നിർദ്ദേശമാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഓഫ് ഓൾ ദി എയർലൈൻസ് അവരെ കണ്ണൂർ കൊണ്ടുവരണം. മുൻപ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ 2-3 വട്ടം കണ്ണൂർ എയർപോർട്ടിന് വേണ്ടി ആൾക്കാരെ വിളിച്ചിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം എന്താണ്, അവർ കണ്ണൂർ എയർപോർട്ട് കാണട്ടെ, ആ ഇൻഫ്രാസ്ട്രക്ചറും ആ സൗകര്യങ്ങളും കാണട്ടെ. എന്നിട്ട് കണ്ണൂരിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സൗകര്യപ്രദമായിട്ടുള്ളൊരു സമയത്ത് അവരെ എല്ലാവരെയും വിളിച്ച് നമുക്ക് ഇവിടെ അവരുടെ ഒരു യോഗം നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സൗകര്യം കൂടി നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2-3 കാര്യങ്ങൾ. റോഡിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എല്ലാവരും പറഞ്ഞു റോഡുകളില്ലാതെ ഈ എയർപോർട്ടിൻ്റെ പൂർണ്ണ പ്രയോജനം ഈ മേഖലയ്ക്ക് ലഭിക്കില്ല. ഞാൻ ഇന്നലെ കോഴിക്കോട് നിന്ന് വന്നു, 3.25 മണിക്കൂറാണ് ഞാൻ എടുത്തത് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ചില ആൾക്കാരോട് പറയും നിങ്ങൾ 3 മണിക്കൂറുണ്ടെങ്കിൽ എത്തിയല്ലോ. പലരും 4 മണിക്കൂറൊക്കെ കിടന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് അൺഅക്സെപ്റ്റബിൾ. കാരണം കോഴിക്കോടൊക്കെ നമ്മുടെ ഹിൻഡർലാൻഡാണ്. കോഴിക്കോട് നിന്നും മലപ്പുറത്ത് നിന്നും കണ്ണൂർ എയർപോർട്ടിലേക്ക് ആൾ വരും എന്നാണ് ഞാൻ കാണുന്നത്. അതുപോലെ കണ്ണൂർ ടൗണിലേക്കോ തലശ്ശേരിയിലേക്കോ പോകാൻ പോലും വലിയ റോഡുകളില്ലാത്ത ഒരു എയർപോർട്ടാണ്. അതാണ് ഏർജൻറ്റായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഞാൻ ഇന്നിപ്പോൾ ഇതിന് ശേഷം ജില്ലാ കളക്ടറോട് കൂടി ഒരു ചർച്ച നടത്തുന്നുണ്ട്. അതോടൊപ്പം ഈ ഭൂമിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ വേദന ഞങ്ങൾ കാണാതെ പോകുന്നില്ല മാഡം. ഞാൻ പറയാം, എനിക്ക് വ്യക്തിപരമായി തന്നെ വലിയ വിഷമമുള്ള കാര്യമാണ്. നമ്മൾ അവിടുന്ന് ഒഴുകിയ ചളി കാരണം സ്വന്തം വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത വീട്ടുകാരുണ്ട് അവിടെ. അവരുടെ പ്രശ്നം തീർക്കുക എന്നുള്ളത് ഏറ്റവും മുൻഗണന കൊടുക്കുന്ന ഒരു കാര്യമാണ്. എയർപോർട്ട് അക്കാര്യത്തിലൊന്നും നമ്മുടെ ഉത്തരവാദിത്തത്തിന് പിന്നോട്ട് പോവില്ല. ഇത് റവന്യൂവിൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാലതാമസമാണ്. അതും ഞങ്ങൾ അതിൻ്റെ പിന്നാലെയുണ്ട്. അത് ഞങ്ങൾ ആ പ്രശ്നം ഞങ്ങൾ തീർക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് മാത്രം പറയുകയാണ്. സമയക്കുറവുകൊണ്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത സെഷനിലേക്ക് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി. ഏതായാലും 2022 എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ആ നിലയിൽ ആത്മവിശ്വാസത്തോടുകൂടി എയർപോർട്ടിന് പോകാൻ കഴിയും. ഇവിടെ ഉയർന്ന വളരെ സുപ്രധാനമായ നിർദ്ദേശങ്ങൾക്കുള്ള ലഘുവായ വിശദീകരണങ്ങളായി തന്നെയാണ് ഞങ്ങളും അതെടുക്കുന്നത്. ശ്രീ സുഭാഷ്, ഏതെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസും മറ്റും കൂട്ടിച്ചേർ is about we being revenue share and things like that. In fact, our MD while we had inaugurated the international cargo has declared Kannur Airport will not charge landing and parking for freighter aircrafts. That is one bold step which only Kannur Airport has done in the country. No other airport has declared that landing and parking fee will be waived off for a freighter. I think Binoy can confirm that. And with regard to ATF, I think air turbine fuels, we are 1% tax in the state. And Kannur also follows that. So which means for airlines, this is one of the best airport for operating, even in terms of the operating cost. So we have to see overall gamut. Don't just see the revenue share part of it. We are actually promoting more airlines to come in. From that side, we are reducing our costs. We are trying to see how it makes more viable for more domestic airlines to come in. I just have to say that. ഏതായാലും പല സെഷനായിട്ടാണ് വെച്ചിരുന്നത്. ഇതിൽ ആദ്യത്തെ സെഷൻ ഇപ്പോൾ തന്നെ 1 മണിക്കൂറിലേറെ വൈകി പോകുന്നതുകൊണ്ടാണ് ഫാസ്റ്റാക്കിയത്. ഈ സെഷൻ ഇവിടെ അവസാനിക്കുമ്പോൾ എയർപോർട്ടുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉയർന്നു വന്നു. അതിന് ഈ സമയത്തിനകത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വളരെ പ്രസക്തമായ മറുപടികൾ വന്നു. നമ്മുടെ അടുത്ത സെഷൻ ടൂറിസം ഇൻ നോർത്ത് മലബാർ എന്നുള്ളതാണ്. അതിനുശേഷം ഇഷ്യൂസ് ഓഫ് NRKs ഉണ്ട്. അതിനുശേഷം ഇൻഫ്രാസ്ട്രക്ചർ സ്കീംസ് ആൻഡ് അവർ നീഡ്സ് എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ശ്രീ വേണു IAS തുടരുക. മറ്റുള്ളവർക്ക് നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു.